ഹായ് ഹലോ, വെൽക്കം ടു വിദൂസ് നോട്ട്സ്. ഇന്ന് നമ്മൾ ടാക്സ് ഫയലിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ആണ്. ഇത് പ്രധാനമായിട്ടും പുതുതായിട്ട് ടാക്സ് ബ്രാക്കറ്റിൽ വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആരൊക്കെയാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം വരാം. ഈ വീഡിയോയിൽ നമ്മൾ ITR 1 എങ്ങനെ ഫയൽ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ITR 1 ഫയൽ ചെയ്യേണ്ടത് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ഇൻകം 2,50,000 രൂപയിൽ കൂടുതലുള്ളവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അതിൽ തന്നെ അഗ്രികൾച്ചർ ഇൻകം 5,000 രൂപയിൽ കൂടാത്തവർ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1.25 ലക്ഷം രൂപയിൽ കൂടാത്തവർക്കും ITR 1 ഫയൽ ചെയ്യാം. എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന സംശയം വരാം. അതായത് നമ്മൾ ഷെയർ ഒക്കെ വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഷെയർ വാങ്ങിയതിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ആ തുക 1.25 ലക്ഷം രൂപ വരെ അതിനകത്ത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കിയാൽ അത് നിങ്ങൾക്ക് ടാക്സബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ITR 1 ഉപയോഗിക്കാം. എന്നാൽ 1.25 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റു ഫോമുകളാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുന്നവർക്ക് ഈ ITR 1 ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഷെയർ വാങ്ങിയതിനു ശേഷം 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ വിറ്റ് അതിനകത്ത് ലാഭം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ITR 1 ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതിനും ITR 2 അങ്ങനെയുള്ള ഫോമുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ITR 1 ആണ് ഫയൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. പ്രധാനമായിട്ടും പുതുതായിട്ടൊക്കെ ജോലി കിട്ടി ഇൻകം ടാക്സ് ബ്രാക്കറ്റിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. പഴയ ടാക്സ് റെജീമില് 5 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് ടാക്സ് റിബേറ്റ് 5,50,000 രൂപയാണ് വരുമാനമെങ്കിൽ 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. പോയിട്ട് നമുക്ക് 5 ലക്ഷം രൂപ ഇൻകം കിട്ടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് റിബേറ്റ് കിട്ടും. സ്വാഭാവികമായിട്ടും ടാക്സ് ലയബിലിറ്റി ഉണ്ടാവില്ല. ഇത് പഴയ ടാക്സ് റെജീം. നമ്മൾ ന്യൂ ടാക്സ് റെജീം ആണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് ശേഷം 7 ലക്ഷം രൂപയാണ് നമ്മളുടെ വരുമാനമെങ്കിൽ ടാക്സ് റിബേറ്റ് കിട്ടും. ടാക്സ് ലയബിലിറ്റി ഉണ്ടാകുകയില്ല. ന്യൂ ടാക്സ് റെജീമില് 75,000 രൂപ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. ചുരുക്കത്തിൽ 7,75,000 രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ടോ മറ്റോ ഇൻകം, ആ 75,000 രൂപ കുറച്ചതിന് ശേഷം 7 ലക്ഷം രൂപയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല.